സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ തുറന്നുകാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വഴിതെളിച്ചത്. സകലവിധ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ തുറന്നുകാട്ടിയ ജസ്റ്റിസ് ഹേമ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. എന്നാൽ ഇന്നത്തെ ഒരു നിലപാടിൽ ആ ഒരു വിഷയമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ 2009 ജനുവരി മാസം 1-ാം തീയതി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയ, അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ അവരുടെ ആ ഒരു പേനയുടെ തുമ്പത്ത് നിന്ന് നീതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ചരിത്രപരമായിട്ടുള്ള വിധി അന്നവർ പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് ജസ്റ്റിസ് ഹേമയെ വാനോളം പുകഴ്ത്തുന്നവർ ആ വിധി കേട്ട് ജസ്റ്റിസ് ഹേമയുടെ ആ വിധിക്ക് നേരെ ആക്രോശമുയർത്തുന്ന ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു സമീപനം അന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ വിധി മറ്റൊന്നുമായിരുന്നില്ല, അഭയ കേസിൽ പ്രത്യേകിച്ച് കുറ്റാരോപിതരായിരുന്ന ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതൃക്കയിൽ, ഒപ്പം തന്നെ സിസ്റ്റർ സെഫി എന്നിവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിധി. കന്യാത്ത പരിശോധനയുടെ പേരിൽ ഒരു സ്ത്രീയുടെ മാനം പൊതുമധ്യത്തിൽ അവഹേളിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ആണ് അന്നത്തെ ആ ഒരു വിധിയിലൂടെ ജസ്റ്റിസ് ഹേമ പുറപ്പെടുവിച്ചത്. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, മാധ്യമങ്ങൾ ഇവരെ കുറ്റം ചെയ്തവരായി തന്നെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അന്ന് ജസ്റ്റിസ് ഹേമ പുറപ്പെടുവിച്ച ആ വിധിക്ക് നേരെ വ്യാപകമായിട്ടുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. ഇന്നത്തെ ഒരു നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ പൊതു സമൂഹത്തെ ഒരു അപകടകരമായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പൊതുബോധത്തിന്റെ ഒരു നിർമ്മിതിയെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഇന്ന് ജസ്റ്റിസ് ഹേമയെ അഭിനന്ദിക്കുന്നവർ 2009 ജസ്റ്റിസ് ഹേമയുടെ ആ ഒരു വിധിക്കെതിരെ വാളോങ്ങി? ആ ഇരട്ടത്താപ്പിന് പിന്നിലെ ഗൂഢ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒപ്പം തന്നെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള നീതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ആ ഒരു വിധി പുറപ്പെടുവിക്കുവാൻ ജസ്റ്റിസ് ഹേമയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. നമുക്കറിയാവുന്നതുപോലെ പല കേസുകളിലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഒരു വരവോടുകൂടി, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഈ ചാനലുകളുടെയൊക്കെ ഒരു പ്രളയത്തിന് ശേഷം പല കേസുകളും എടുത്ത് നാം പരിശോധിക്കുമ്പോൾ ഒരു വ്യാജമായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതിയിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ അഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. 1992 നടന്ന ആ ഒരു സംഭവം 16 വർഷത്തോളം അല്ലെങ്കിൽ 17 വർഷത്തോളം നീണ്ടുനിന്ന വിവിധ അന്വേഷണങ്ങൾ കേരള പോലീസ് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. പലർക്കും കൃത്യമായിട്ടുള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിലത്തെ CBI സംഘം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിസ്റ്റർ സെഫിയെയും ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ ജോസ് പുതൃക്കയെയും അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നാം അന്നത്തെ ഒരു വാർത്താ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടും അവിടെ മുഴങ്ങിക്കേട്ട ഒരു ആരവമുണ്ടായിരുന്നു. ഇവരെ ക്രൂശിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു വിധി പുറപ്പെടുവിക്കാനോ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാനോ അന്നത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പല പ്രമാദമായിട്ടുള്ള പല കേസുകളിലും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 2009 ഈ ജസ്റ്റിസ് ഹേമയുടെ വിധിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചർച്ചയുടെ ഒരു അടിസ്ഥാനം. അത് തന്നെ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കോർ പോയിന്റ് തന്നെ ജസ്റ്റിസ് ഹേമയുടെ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ വിധി പകർപ്പിലെ 94-ാമത്തെ ഖണ്ഡിക ഇപ്രകാരമാണ് പറയുന്നത്: But media has pronounced the verdict already without looking into any of the above facts. The public has also joined hands being carried away by the various publications affected through media which do not contain bare truth. A Damoclesian sword of a threat of ill repute is held over the head of any judge who may ever dare to lift his or her pen and write or speak anything contrary to the media public verdict, which is already pronounced. The 3 persons are already sent to gallows. Then why the system of criminal justice exists anymore in this country? Many investigators, various officers of local police, crime branch, the church, the convent, and several others, dead and alive, are all in the dock. Even after the death of certain witnesses, allegations by media and public still haunt them.
ഞാൻ ഈ ഒരു വാക്കാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മീഡിയ പബ്ലിക് വെർഡിക്റ്റ് അല്ലെ ജോജി? ഞാൻ ഈ ഒരു വാക്കാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ജസ്റ്റിസ് ഹേമ അന്ന് പുറപ്പെടുവിച്ച ആ ഒരു വിധി, 2009 പുറപ്പെടുവിച്ച ആ ഒരു വിധി, അതിനകത്ത് മീഡിയ പബ്ലിക് വെർഡിക്റ്റ്, അതായത് മീഡിയ വ്യാജമായി നിർമ്മിച്ചെടുത്ത ഒരു പൊതുബോധം, അതിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷികൾ തന്നെയല്ലേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തോമസ് അച്ഛനും ജോസ് അച്ഛനും സിസ്റ്റർ സെഫിയും? ജോർജി, കേരള സമൂഹത്തെ ആകമാനം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് നമുക്കറിയാം ഈ ഒരു അഫയ കേസ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ജോർജി, ജസ്റ്റിസ് ഹേമയുടെ ആ ഒരു വിധി ന്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. ഒരു മീഡിയ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെയും മാധ്യമങ്ങളുടെയും അവർ ഓൾറെഡി രൂപീകരിച്ച അല്ലെങ്കിൽ അവർ ഓൾറെഡി സ്ഥാപിച്ച് എടുക്കാൻ ആഗ്രഹിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച അതേ വിധിയെ എന്താ പറയുക, ആ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ എല്ലാവരും അത് സ്വീകരിക്കണം എന്നുള്ള ആ രീതിയിലേക്ക് എന്താ പറയുക അങ്ങോട്ട് പൂർണ്ണമായി വരുത്തി തീർക്കുകയാണ് ചെയ്തത്. അത് ഓൾറെഡി അവര് വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. ഫാക്ടുകളോ അല്ലെങ്കിൽ സത്യാവസ്ഥ നോക്കാൻ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ അതിലേക്ക് അന്വേഷണം നടത്താൻ ആഗ്രഹിക്കാതെ മീഡിയ ഓൾറെഡി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത്. ഇനി ഞാൻ പറയുകയാണ്, കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഏതാണ്, ആക്സ് ഓർ എ ഹാമർ? ഇങ്ങനെ പല പല കോണ്ടസ്റ്റുകൾ ഇനി ഈ സഞ്ജു പി മാത്യുവിന്റെയോ അല്ലെങ്കിൽ ഹടക്കരാജുവിന്റെ ഒക്കെ നമ്മൾ ആ ഒരു മൊഴികളുടെ ആ എന്താ പറയുക, അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ആ ഒരു ഇൻവാലിഡിറ്റി, അതാ പറയുന്നത്, അതിൻ്റെ ആ ഒരു സാധ്യതയില്ലായ്മ വളരെ വളരെ വിശദം. ഇതൊന്നും പ്രശ്നമാക്കിയില്ല. മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചൊരു ഹിഡൻ അജൻഡാസ് എന്താണെന്നോ. ഒന്നാമത് അത് ഞാൻ പറയാം, ക്രൈസ്തവ വിശ്വാസികളെ, ക്രൈസ്തവ വിശ്വാസത്തെ പ്രത്യേകമായിട്ട് എന്താ പറയുക ഒന്ന് അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് വലിയൊരു ഹാനി വരുത്താൻ വേണ്ടി നടന്ന ഒരു വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അവിടെ ഒരു ഭയങ്കരമായ ഒരു നിഗൂഢമായ അജണ്ട ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായ കാര്യമാണിത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റു കാര്യമാണ്, അതിൽ വളരെ ഒരു ഈ ദുഃഖകരമായ മറ്റൊരു പോയിന്റ് മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ കണ്ടെത്തലുകൾ തികച്ചും ശ്ലാഘനീയമാണ്, വളരെ വെൽക്കമിങ് ചെയ്യുന്നത്. പക്ഷേ ഇതേ ജസ്റ്റിസ് പുറപ്പെടുവിച്ച ഈ ഒരു വിധിന്യായത്തെ അന്നത്തെ കാലത്തെ പബ്ലിക്കും മീഡിയകളും എപ്രകാരമാണ് കണ്ടെത്തിയത്? ഇനി അവിടെ ജസ്റ്റിസ് ഹേമ കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ത്രീയുടെ മാന്യത അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഒരു എന്താ പറയുക വ്യക്തിപരമായ ജീവിതം, ആ ഒരു പ്രൈവസി, ഇതിനെയെല്ലാം വളരെ ബ്രൂട്ടലായിട്ട് യാതൊരു എന്താ പറയുക യാതൊരു മര്യാദയോ യാതൊരു മാന്യതയോ എന്തെങ്കിലും ഒരു പരിഗണനയോ ഒന്നും കൊടുക്കാതെ ഒരു ബ്രൂട്ടൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജോർജിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ ഒരു വെർജിനിറ്റി ടെസ്റ്റ്, സിസ്റ്ററിന്റെ വെർജിനിറ്റി ടെസ്റ്റിന്റെ എന്തായിരുന്നു അതിൻ്റെ ആവശ്യകത? അവർ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അവർക്ക് ആ കേസിനേക്കാൾ ഉപരിയായിട്ട് അതിലൂടെ ആ സിസ്റ്ററിനെ വളരെ എന്താ പറയുക വളരെ മോശമായി ചിത്രീകരിക്കുക, സിസ്റ്ററിൻ്റെ ആ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങോട്ട് കൈകടത്തുക, അതുപോലെ അതുവഴി സഭാവിശ്വാസികളെ ആകമാനം ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് നിർത്തുക. ഇത്തരം വളരെ ഒരു എന്താ പറയുക മോശമായ ആ ഒരു ധാരണയോട് കൂടി അല്ലെങ്കിൽ ആ ഒരു അത്തരം ചിന്തകളോട് കൂടിയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് യാതൊരു രീതിയിൽ തെളിവും കൃത്യമായി കിട്ടാതെ തന്നെ ഇവരെ അങ്ങോട്ട് പ്രതികളായി അങ്ങോട്ട് ആരോപിച്ചു. അതിൻ്റെ പേരിൽ മനസ്സിലാക്കണം ജോർജി, അതിൻ്റെ പേരിൽ സഭയെ ആകമാനം, സഭാവിശ്വാസികൾ ആകമാനം അപമാനിക്കുക, അവരെ പരിഹസിക്കുക, അവരുടെ പ്രത്യേകമായി പലരുടെ വിശ്വാസത്തെ ഇത് വല്ലാതെ ബാധിക്കുന്നു. അതുപോലെ മറ്റു പല രീതിയിലുള്ള അവസ്ഥകളോടെ എല്ലാം സഭ കുറെ വർഷങ്ങളോളം കടന്നുപോയി. അതാണ് സംഭവിച്ചത്. അത് വളരെ കറക്റ്റാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മീഡിയ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു പൊതുബോധം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് എതിരായിട്ട് അല്ലെങ്കിൽ സത്യം അതിന് എതിരാണെങ്കിൽ പോലും ആ ഒരു വിധി പുറപ്പെടുവിക്കുവാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ പലപ്പോഴും ഈ ന്യായാധിപന്മാർക്കൊരു പേടി അല്ലെങ്കിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അരുൺ, നമുക്ക് ആ ഒരു കേസിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, നിരവധി അന്വേഷണ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി, പലർക്കും കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. സഭയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് ഇതിൽ ആർജവമായിട്ടൊരു അന്വേഷണം വേണം എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നമ്മളെ കേസിന്റെ മെറിറ്റിലേക്ക് അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം നമ്മൾ ജോജി സൂചിപ്പിച്ചതുപോലെ ക്രോസ് എക്സാം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ പ്ലാറ്റ്ഫോമിൽ പ്രേക്ഷകർക്ക് അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുന്ന ആ ഒരു പ്രോഗ്രാമിൽ കൃത്യമായിട്ടും ഈ കേസിന്റെ പിന്നിലെ ഹിഡൻ അജണ്ട, അതിന്റെ കൃത്യമായിട്ടുള്ള വശങ്ങൾ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് ആ വശത്തേക്ക് പോകുന്നില്ല. പക്ഷെ പോലും വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയല്ലേ ജോജി സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ കളിച്ചത്? അതായത് സഭയെ കരിവാരി തേക്കുവാൻ, സന്യാസത്തെ അവഹേളിക്കുവാൻ അല്ലെങ്കിൽ വൈദികരെ അവഹേളിക്കുവാനൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തന്ത്രം ഇതിന് പിന്നിലുണ്ടായിരുന്നില്ല? ജോർജി, ജസ്റ്റിസ് ഹേമ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് പാവം പൊതുജനം, അതായത് പൊതുജനം വളരെ നിഷ്കളങ്കരാണ്. കാരണം അവരെ ഈ മാധ്യമങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ തെറ്റായ ഒരു കാര്യം അവരുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു പൊതുജനത്തിന്റെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ
ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു കോടതിയുടെ ഒരു ഇടപെടൽ സാധ്യമല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞു. ഈ പൊതുജനങ്ങൾ ഒരു രേഖയും കണ്ടിട്ടില്ല. ഈ രേഖകളെല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്നത് കോടതിയിലാണ്. കോടതി രേഖകളുടെയും കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അത്തരമൊരു വിധി പ്രഖ്യാപിക്കാൻ പോലും ഒരു ജഡ്ജിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ജഡ്ജിയുടെ മാനത്തെ എത്രത്തോളം അത് ബാധിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ എത്രത്തോളം ബാധിക്കും എന്ന രീതിയിലേക്ക് ഒരു വിഷയത്തെ മാധ്യമങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞത്. ഹേമ ഇതേപോലെ തന്നെ സൂചിപ്പിച്ചതാണ് നേരത്തെ സൂചിപ്പിച്ച വെർജിനിറ്റി ടെസ്റ്റ്. ഈ വെർജിനിറ്റി ടെസ്റ്റ് കഴിഞ്ഞ 2023 ഭരണഘടന വിരുദ്ധമായിട്ട് ദില്ലി ഹൈക്കോടതി പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കേസിലെ 3 പ്രതികളിലെ സിസ്റ്റർ സെഫിക്കെതിരെ യാതൊരുവിധ തെളിവുകളും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇത്രത്തോളം അവരെ ഹീനമായ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ വെർജിനിറ്റി ടെസ്റ്റിനും അതിനുശേഷം വന്ന വെർജിനിറ്റി ടെസ്റ്റിൽ എന്താണോ വെളിപ്പെട്ടത് ആ വെളിപ്പെട്ടതിന് വിരുദ്ധമായി കൃത്രിമമായിട്ട് ആ രേഖകളിൽ മാറ്റം വരുത്തുകയും അതിനുശേഷം ഒരു ഹൈമിനോപ്ലാസ്റ്റി എന്നൊരു വാചകം കണ്ടുപിടിക്കുകയും കന്യാചർമ്മം, അതായത് ഇൻടാക്ട് ആയിട്ടുള്ള കന്യാചർമ്മം, ആ കന്യാചർമ്മം ഇൻടാക്റ്റ് ആണെന്ന് കണ്ടതോടുകൂടി അത് ഹൈമിനോപ്ലാസ്റ്റി ചെയ്ത് അതല്ലെങ്കിൽ കൃത്രിമമായി തുന്നിപ്പിടിപ്പിച്ചതാണ് എന്ന രീതിയിലും, അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളെക്കുറിച്ച് ഉള്ള മാധ്യമങ്ങളിലെ ഒരു ചർച്ചയും ഇത്രയും ക്രൂരമായിട്ട് ഒരു സ്ത്രീയോട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ചില തൽപര കക്ഷികളുടെയും മാധ്യമ കോക്കസും ചേർന്ന് നടത്തിയിട്ട് ഇവിടെ ഒരാൾക്കും പരാതിയില്ല, ഇവിടെ ഒരാൾക്കും അതിനെക്കുറിച്ച് പരിഭവമില്ല. കാരണം ഈ പൊതുജനം മാധ്യമങ്ങൾ എന്താണോ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തത് അത് അവർ വിശ്വസിച്ച് കഴിഞ്ഞിരുന്നു. അപ്പൊ അത്തരം വിശ്വാസത്തിൽ നിൽക്കെ ഇത്രത്തോളം ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് ഒരു കന്യകയായ കന്യാസ്ത്രീയെ ഇത്രത്തോളം മാധ്യമങ്ങൾ അവഹേളിച്ചപ്പോൾ ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ തുള്ളിച്ചാടുന്ന മാധ്യമങ്ങളൊന്നും അന്ന് എന്താണ് അവർ ചെയ്തതെന്ന് അവരുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. ഇവിടെ മാധ്യമങ്ങൾക്കാണേലും പലപ്പോഴും നമ്മുടെ നാട്ടിലെ അധികാരികൾക്കാണേലും പലരോടും പല രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ശരിക്കും. ഞാൻ പറയുകയാണ്, ഇപ്പോഴും കണ്ടില്ല, ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ്റെ കണ്ടെത്തലുകളിൽ സിനിമാ നടിമാരുടെ ആ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഉറപ്പായിട്ടും വേദന വേണം, നമുക്ക് നല്ല വേദനയുണ്ട്, അതിൽ മാധ്യമങ്ങൾക്കും വളരെ വേദനയുണ്ട്. എന്നാൽ ഇതേ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ഒരു കത്തോലിക്ക കന്യാസ്ത്രീ കടന്നു പോയപ്പോൾ അതുപോലെ എത്ര സംഭവങ്ങളല്ലേ, എത്ര സംഭവങ്ങൾ അവിടെയൊക്കെ പലപ്പോഴും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ പുരോഹിതർ, നമ്മുടെ സന്യാസിനികൾ, നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ പിതാക്കന്മാർ ഒക്കെ ഒരു സൈഡ് വന്നു കഴിയുമ്പോൾ ഒരു ഭയങ്കരമായ മൗനമാണ്. ആ കാര്യത്തിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രതികരണവുമില്ല. അപ്പോൾ തികച്ചും അവർ ഈ മാധ്യമ രംഗത്തും അതുപോലെ പൊതുസമൂഹ രംഗത്തൊക്കെ നമ്മൾ എടുത്തു പറയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ശക്തമായ വിവേചനം നേരിടുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഒരു മനഃപൂർവ്വമായ കണ്ണടയ്ക്കൽ അതൊന്നും കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻജസ്റ്റിസ്, അതിലൂടെ സംഭവിക്കുന്ന ഒരു വലിയൊരു ദുരാവസ്ഥ, അതൊന്നും മനഃപൂർവ്വം കണ്ടിൽ നോക്കുന്നു. അതുപോലെ ഈ വിവേചനം ഈ ഒരു നാളുകളിൽ വളരെ വളരെ ശക്തമായി മാറുകയാണ്. ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഈ ഒരു മതേതര കേരളത്തിന്, എല്ലാ കാര്യങ്ങളിലും അഭിമാനിക്കുന്ന കേരളത്തിന് വളരെ ഒരു അപകടകരമായ അവസ്ഥ തന്നെയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമാ മേഖലയിൽ ഈ സിനിമാ നടിമാർ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ളവർ നേരിടുന്ന ഒരു പ്രശ്നങ്ങളെ നമ്മൾ ഒരു ത്രാസിലിട്ട് അളക്കുന്നു. ഒപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ സിസ്റ്റർ സെഫി കടന്നുപോയ സമാനതകളില്ലാത്ത ക്രൂരതകളും അതേ ത്രാസിലിട്ട് അളന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിസ്റ്റർ സെഫി അനുഭവിച്ച ആ ഒരു പീഡനങ്ങളുടെ ആ ത്രാസ് താന്നു തന്നെ ഇരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇവർ നേരിട്ട പ്രതിസന്ധികളെക്കാളും ഒരു 10 ഇരട്ടി 20 ഇരട്ടി ക്രൂരതകളാണ് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അഭയ കേസിൽ സിസ്റ്റർ സെഫിക്ക് നേരിടേണ്ടി വന്നത്. നമ്മൾ പറഞ്ഞു, പച്ചയ്ക്ക് തന്നെ ആ സിസ്റ്ററിന്റെ ജീവിതം പൊതുമധ്യത്തിൽ വലിച്ചു കയറപ്പെട്ട ഒരു അവസ്ഥ. ജോർജ്, ഈ അഭയ കേസ് പൊതുജനമധ്യത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമുക്ക് ആ കേസ് നമ്മൾ പലവട്ടം അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചപ്പോൾ ഒരു ഒറ്റ കാര്യം മാത്രം ഈ മാധ്യമങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒന്ന്, ഈ ജസ്റ്റിസ് ഹേമ ഇവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് നൽകിയ വിധി. 2, വിചാരണ കോടതിയുടെ ഇവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച വിധി. 3, ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള വിധി. ഈ വിധികളെല്ലാം പരിശോധിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാണോ? തീർച്ചയായിട്ടും അവർ അത് പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ഒരക്ഷരം മിണ്ടില്ല. അതുവരെ 16 കൊല്ലം അവർ വാർത്തയുടെ 1-ാം പേജിൽ കൊടുത്തിരുന്ന വാർത്തയാണ് ഒടുവിൽ ഇവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ പത്രത്തിന്റെ ഉൾപേജുകളിൽ ഏതൊരു മൂലയിൽ ചെന്ന് പെട്ടത്. എന്തുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറുന്നു? പലപ്പോഴും ഇവർക്ക് സത്യത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ
2-3 പ്രമുഖ മാധ്യമങ്ങൾ അവർ ഇപ്പോൾ റേറ്റിംഗിന്റെ ഒരു കാര്യത്തിൽ വലിയൊരു കോമ്പറ്റീഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന പല വാർത്തകളെയും നമുക്ക് വളരെ സൂക്ഷിച്ചു വേണം പ്രേക്ഷകരെ ആ ഓരോ വാർത്തകളും വിലയിരുത്താൻ വേണ്ടിയിട്ട്. കാരണം സെൻസിറ്റീവും സെൻസേഷനുമായിട്ടുള്ള ന്യൂസുകൾ മാത്രമായിരിക്കും ഇപ്പോൾ ഈ സമയത്ത് വിറ്റുപോവുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മാധ്യമങ്ങൾക്ക് അഭയ കേസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൻസേഷണൽ വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമായിരുന്നു. ആ കാലത്ത് കൂടുതലും പത്രങ്ങളും അതുപോലെ തന്നെ കേസിന്റെ അവസാന സമയങ്ങളായപ്പോൾ ദൃശ്യമാധ്യമങ്ങളും ഈ രംഗത്ത് വന്നു. പക്ഷേ ഈ വിധികൾ വരുമ്പോൾ ഇവർ വളരെ നിശബ്ദരാവുകയാണ്. ഈ വിധികളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം സിസ്റ്റർ സെഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സിസ്റ്റർ സെഫിക്കെതിരെയുള്ള ഒരു തെളിവ്? ഒരു കോടതിയിൽ ഒരു വിഷയം വരുമ്പോൾ എന്താണ് തെളിവ്? സിസ്റ്റർ സെഫി ഈ കൊലപാതകം നടന്നു എന്ന് പറയപ്പെടുന്ന അടുക്കള ഉൾപ്പെടുന്ന ബേസ്മെന്റിലെ ഒരു റൂമിൽ താമസിച്ചിരുന്നു എന്നുള്ളതാണ് സിസ്റ്റർ സെഫിക്കെതിരെയുള്ള ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവായിട്ട് വിചാരണ കോടതിയിൽ വന്നത് സിസ്റ്റർ സെഫി കന്യകയല്ലായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കൃത്രിമമായിട്ട് സ്ഥാപിച്ച് എടുക്കാൻ ശ്രമിച്ച ഒരു തെളിവ്. ഇത്തരം രണ്ട് തെളിവാണ്. ഒന്ന്, ആ സിസ്റ്റർ താമസിച്ചിരുന്ന റൂം എങ്ങനെ ആ സിസ്റ്ററിനെ ഒരു കൊലപാതകയാക്കും? ജസ്റ്റിസ് ഹേമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ അടുക്കളയിലത്തെ ഡിസ്റ്റർബൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ അഭയക്ക് നേരെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? ഇതാണ് കോടതി കണ്ടെത്തേണ്ടത്. സിസ്റ്റർ അഭയ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മർദ്ദനമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മർദ്ദനമാണ് ഏറ്റത്? ഇതിനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? ഇതിനുള്ള ഒരു തെളിവും അവിടെ ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ അഭയെ കോടാലി കൊണ്ട്, കൈക്കോടാലി കൊണ്ട്, ചുറ്റിക കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പിന്നീട് കേസിന്റെ വിധിന്യായത്തിൽ മാറി വരുന്നുണ്ട്. അടിച്ചു കൊന്നതാണെന്ന് പറയുന്നു. അടിച്ചു കൊന്നതാണെങ്കിൽ തലയോട്ടിയുമേ പോലും ക്ഷതം വന്നിട്ടില്ല. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ സിസ്റ്ററിന്റെ വെയിലിൽ രക്തം കണ്ടേനെ, അതല്ലെങ്കിൽ ആ റൂമിൽ രക്തം കണ്ടേനെ, അതല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും രക്തം കണ്ടേനെ. പക്ഷെ ഒരു തുള്ളി രക്തം പോലും വന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്, ഇപ്പോൾ നക്ഷത്രക്കള്ളനായി സ്റ്റാർ വിറ്റ്നസ് ആയിട്ട് വാഴുന്ന അടക്ക രാജുവിനെ കുറിച്ച് അതിലും ചില പരാമർശങ്ങളുണ്ട്. ഈ അടക്ക രാജു 16 കൊല്ലം എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. സിസ്റ്റർ അഭയയുടെ മരണം നടക്കുന്നത് 1992-ലാണ്. ഈ 16 വർഷത്തിന് ശേഷമാണ് അടക്ക രാജു പറയുന്നത് ഞാൻ 2 പേരെ കണ്ടുവെന്ന്. ഇതിനു മുമ്പ് ഈ അടക്ക രാജുവിനെ പോലീസ് പലതവണ ചോദ്യം ചെയ്തതാണ്. പല മർദ്ദനമുറകൾക്ക് അദ്ദേഹം വിധേയനായതാണ്. അപ്പോഴൊന്നും തനിക്ക് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ താൻ കണ്ടൊരു കാര്യം പറയാൻ അടക്ക രാജു തയ്യാറായില്ല എങ്കിൽ ഉറപ്പായിട്ടും അടക്ക രാജുവിനെ ആരോ സ്വാധീനിച്ചതാണ് എന്ന് തന്നെയാണ് ആ വിധിന്യായത്തിൽ സൂചനകളുള്ളത്. അടക്ക രാജുവിനെ കൊണ്ട് അത്തരത്തിലൊരു മൊഴി 16 വർഷത്തിന് ശേഷം വരുന്നുണ്ടെങ്കിൽ ആ മൊഴി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ആ മൊഴി എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അതിനുശേഷം വന്ന മൊഴികളാണെങ്കിലോ വൈരുദ്ധ്യങ്ങളുടെ മേളമാണ്. അടക്ക രാജു കോൺവെന്റിന്റെ ഓപ്പോസിറ്റുള്ള കോമ്പൗണ്ടിൽ എപ്പോഴാണ് വന്നതെന്നോ എപ്പോഴാണോ പോയതോ എന്നതിനെ കുറിച്ച് തന്നെ അദ്ദേഹം ഒരു മിനിമം 4 തവണയെങ്കിലും മൊഴി മാറ്റിയിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളിലായിട്ട് 1:30 മുതൽ 5 മണി വരെയുള്ള സമയങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയങ്ങളില് അതൊരു വേറെ കാര്യമുണ്ട്. ഈ 5 മണി വരെ അദ്ദേഹം ഇങ്ങനെ ടെറസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അയാൾ ടെറസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇത്രയും നേരം നോക്കിയിട്ടും മറ്റൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ഈ അടക്ക രാജു ഈ പ്രതികളെ എങ്ങനെ കണ്ടു? അതെ, ടോർച്ച് ലൈറ്റ് കണ്ടോ, അതോ ഇനിയിപ്പം അവിടെ എന്നാ പറയുക, ഈ ഇടിമിന്നലാണ് കണ്ടോ? ഇതിനെ കുറിച്ചൊന്നും യാതൊരു വ്യക്തതയും കൊടുക്കുന്നില്ല. 5 നില മുകളിൽ സ്പൈറൽ കോണി, അല്ലെങ്കിൽ ഒരാൾക്കാണ് കയറാൻ പറ്റുള്ളൂ. ഒരാൾക്ക് കയറാനുള്ള ഒരു എമർജൻസി എക്സിറ്റ് പോലെയുള്ള ഒരു കോണിയാണ്. ഈ കോണിയിൽ കയറി ഏകദേശം 100 മീറ്റർ അകലെ നിന്ന് ഈ വ്യക്തികളെ കണ്ടു. അതും ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ടു. അത് മാത്രമല്ല, അതിന്റെ ഇടയിൽ ഒരു മതിലുണ്ട്. മതിലിന്റെ അപ്പുറത്തിരുന്ന് കൊക്കോ മരത്തിന്റെ ചോട്ടിലിരുന്നാണ് കാണുന്നത്. അതെ, ഈ കൊക്കോമരം പിന്നീട് മുകളിലെത്തി. അതായത് ആദ്യം കൊക്കോമരത്തിന്റെ താഴെ നിന്ന് കണ്ടു, പിന്നെ മുകളിൽ നിന്ന് കണ്ടു. കാരണം ഈ മതിലിനും കൂടി മറികടക്കണല്ലോ. ഇങ്ങനെ ഒരുപാട് തവണ മാറ്റി പറഞ്ഞിട്ടുള്ള മൊഴി. അവിടെയും കോടതി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തി എന്തുകൊണ്ട് ഈ കൊലപാതകത്തെ കണ്ടില്ല? എന്തുകൊണ്ട് ഈ പ്രതികള് അടുക്കള ഭാഗത്തുള്ള വാതിലിലൂടെ ഉള്ളിലേക്ക് കയറുന്നത് കണ്ടില്ല? അത് വലിയൊരു ചോദ്യമാണ്. കാരണം മറ്റെല്ലാം കണ്ട വ്യക്തി, അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന വ്യക്തി, ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതൊന്നും കാണുന്നില്ലെങ്കിൽ ഉറപ്പാണ് അടക്ക രാജു പറഞ്ഞത് മുഴുക്കള്ളമാണെന്നുള്ളത്. ഈ കള്ളങ്ങളെല്ലാം കണ്ടിട്ടാണ് ജസ്റ്റിസ് ഹേമ പറയുന്നത്, നിങ്ങൾ പൊതുജനങ്ങൾ പാവങ്ങൾ, നിങ്ങൾക്കറിയില്ല ഈ മാധ്യമങ്ങൾ എത്രത്തോളം നിങ്ങളെ വഴിതെറ്റിക്കുന്നു. ജോർജ്, ഇവിടെ നമ്മുടെ ഈ അഫയ കേസിന്റെ വിധിയിലൂടെ നമ്മളൊന്ന് കണ്ണു ഓടിക്കുമ്പോൾ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ, ഇവിടെ അരുൺ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നമ്മൾ കണ്ണു ഓടിക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കുറെ സാക്ഷികൾ, അതുപോലെ സാഹചര്യ തെളിവുകൾ ഒട്ടും അനുകൂലമല്ല. ഇനി പ്രതികളുടെ മേല് അവരിത് കുറ്റം ചെയ്തു എന്ന് കാണിക്കാൻ യാതൊരു തെളിവുകളും അവർക്ക് അവിടെ ഹാജരാക്കാൻ സാധിച്ചില്ല. ഇനി കോടാലി വെച്ചോ ഹാമർ വെച്ചോ ആണ് സിസ്റ്റർ അഭയെ അടിച്ചു കൊന്നതെങ്കിൽ ഈ അടിയേറ്റതിന്റെ ക്ഷതമുള്ള അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യാതൊന്നും പറയുന്നില്ല. മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ നിയമം പഠിച്ചവർക്കോ ഒക്കെ ഈ ഒരു കേസിനെ കുറിച്ച് ഒന്ന് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ വിധിവാചകത്തിൽ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്,
ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ അഭയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ അവിടെ നമുക്ക് പ്രതികളായി അല്ലെങ്കിൽ നമ്മൾ ആ പ്രകാരം ആരോപിക്കാനുള്ള ഒരു വ്യക്തമായ തെളിവോ സാഹചര്യം ഒന്നുമില്ല. മനസ്സിലാക്കണം, ആ ഒരു കാലഘട്ടങ്ങളിൽ കേരള സമൂഹത്തിൽ ആകെപ്പാടെ ഉണ്ടാകുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെയൊക്കെ സ്വാധീനം വളരെ വലുതായിരുന്നു. അപ്പോൾ ഹൈ മൊറാലിറ്റിയും എല്ലാ രീതിയിൽ കൊണ്ടും സഭ അങ്ങനെ നിന്നപ്പോൾ അതിൽ അസൂയപ്പെട്ട ഒരു വട്ടം ഒരു വലിയ സംഘടിത ഗ്രൂപ്പിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സഭയെ ഒന്ന് ഇകഴ്ത്തുക, സഭയെ താഴ്ത്തുക, സഭയുടെ മേലുള്ള ആ ഒരു പേര് കളയുക എന്നുള്ളത്. അതിനുള്ള ഒരു വളരെ ഒരു വളരെ സംഘടിതമായ ശ്രമം നടന്നു. ഇനി മറ്റൊരു കാര്യം, ഈ രീതിയിലൊക്കെ ഒരു കുറ്റകൃത്യം ആരോപിക്കുമ്പോൾ നമ്മുടെ വൈദികരുടെ ഇടയിലും സിസ്റ്റേഴ്സിൻ്റെ ഇടയിലും ഒക്കെ ഇത്തരം ഈ രീതിയിലുള്ള ഒരു അധാർമികമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ തികച്ചും വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനും അങ്ങനെ ആകപ്പെട്ട സഭയിലെ ആ മുറയിലിനൊക്കെ വളരെ ഒരു കോട്ടം വരുത്താനൊക്കെ ഉള്ള വളരെ സ്ഥാപിതമായ ശ്രമങ്ങളായിരുന്നു. ഇനി ഞാൻ പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ, ഇത്രമാത്രം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പുകഴ്ത്തുമ്പോൾ ഇതേ ഹേമ എന്ന ജഡ്ജി പുറപ്പെടുവിച്ച ഈ ഒരു വിധിനായകൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ആ പാവങ്ങളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? നമ്മൾ ഈ കേരള ജനത്തിന്റെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഇനിയെങ്കിലും അവരെ വെറുതെ വിടണം. ഇപ്പോഴും അവരുടെ പേരിൽ പലപ്പോഴും ഈ ഒരു കുറ്റക്കാരെന്ന രീതിയിലുള്ള കണ്ണുകൾ പായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരെ ആ രീതി കാണുന്നവരുണ്ട്. ശരിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അവരിതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ തികച്ചും നിഷ്കളങ്കരാണ്. ജോർജ്, ജസ്റ്റിസ് ഹേമയുടെ മുൻപിലെത്തിയ മറ്റൊരു തെളിവായിരുന്നു ഈ നാർക്കോ അനാലിസിന്റെ CD ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ CD നമ്മുടെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതാണ് അഭയ കേസിനെ കുറിച്ചുള്ള ഒരു പൊതുബോധ നിർമ്മിതിയുടെ ഒരു പ്രധാന അടിസ്ഥാനമായിട്ട് വരുന്നത്. അന്ന് ഈ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഏത് മാധ്യമ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കറിയാം, ഈ മാധ്യമങ്ങൾ കൃത്രിമമായി എഡിറ്റ് ചെയ്തുണ്ടാക്കിയ പ്രൊഡക്റ്റ് അന്ന് അറിയാം. അവരതെല്ലാം കണ്ടിട്ട് അതിൽ നിന്നും അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്തു കൊടുത്തു. ഇതേ CD ജസ്റ്റിസ് ഹേമയുടെ മുമ്പിലെത്തി. ജസ്റ്റിസ് ഹേമ പറഞ്ഞു, ഇതെന്ത് CD, ഇത് മുഴുവൻ എഡിറ്റിംഗ് ആണല്ലോ, ഇത് എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്കിത് കാണാൻ കഴിയുന്നു. ഇത് പിന്നീട് ആ CD പരിശോധനയ്ക്ക് വിടുന്നുണ്ട്. ആദ്യം CDAC-ലോട്ടും പിന്നെ അവിടെ അതിനുള്ള സാങ്കേതിക വിദ്യയില്ല എന്ന് പറഞ്ഞപ്പോൾ CDT-ലോട്ട് പോയി. ഇവിടെ ജസ്റ്റിസ് ഹേമ പറയുന്നത് ഈ CD പലവട്ടം എഡിറ്റ് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു. പലവട്ടം CDT പറയുന്നത് 1 മിനിറ്റിൽ 30 എഡിറ്റിംഗ്. 1 മിനിറ്റിൽ 30 എഡിറ്റിംഗ്. ഇത്രയും എഡിറ്റിംഗ് നടത്തിയ ഒരു CD എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണെന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും. പക്ഷെ അന്ന് പൊതുജനത്തിന്റെ ആ അറിവില്ലായ്മയെ, എന്നാൽ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഓരോ എഡിറ്റർക്കും കൃത്യമായിട്ട് അറിയാം ഈ CD എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെത്രത്തോളം ക്രൂരമായിട്ടാണ് ഈ കുറ്റാരോപിതരോട് പെരുമാറിയതെന്ന് പറയുമ്പോൾ ഈ മാധ്യമധർമ്മമൊക്കെ എവിടെയാണ് കിടക്കുന്നത്? അതിനകത്ത് ഇപ്പം ഈ എഡിറ്റിംഗിന്റെ കേസ് പറയുമ്പോൾ നമുക്കൊരു പ്രേക്ഷകർക്ക് കുറെ കൂടി വ്യക്തമാകാൻ വേണ്ടി ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. ഇപ്പൊ അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇപ്പൊ വിറക് എങ്ങനെയാണ് കീറുന്നത്? അത് കോടാലി കൊണ്ട് വെട്ടിയിട്ടാണ് കീറുന്നത്. അപ്പൊ ഈ കോടാലി കൊണ്ട് വെട്ടി എന്നൊരു പോർഷൻ അടുത്തൊരു സെന്റൻസിനോട് കൂട്ടിച്ചേർക്കും. ഇപ്പം ഈ ഫാദർ തോമസ് കോട്ടൂര് അല്ലെങ്കിൽ ഫാദർ ജോസ് പുതൃക്കയില് ഇവരുമായിട്ട് സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഇവരെ മുൻ പരിചയമുണ്ടോ? ആ പരിചയമുണ്ട് അല്ലെങ്കിൽ സംസാരിച്ചിരുന്നു, അത് എഡിറ്റ് ചെയ്ത് വേറെ പോർഷനിലേക്ക് ചേർക്കും. അതാണ് ഇവർ എഡിറ്റിംഗ് നടത്തുന്നത്. ഇപ്പൊ ആരും സൂചിപ്പിച്ചത് അന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര വ്യാപകമായിരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെയൊക്കെയാണ് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമുക്കറിയാം ഈ കേസിന്റെ ഒരു നട്ട്ഷെൽ എന്താണെന്ന്. അത് CBI ആണ് അത് രൂപപ്പെടുത്തിയത്. ഒരു നീലച്ചിത്രം, നമുക്കറിയാം, ഒരു നീലച്ചിത്രത്തിനേക്കാളും വെല്ലുന്ന ഒരു കഥയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. അത്തരം ഒരു കഥ ഉണ്ടാക്കണമെങ്കിൽ ആ CBI അല്ലെങ്കിൽ അന്നത്തെ ആ CBI ഉദ്യോഗസ്ഥൻ എത്രത്തോളം ക്രൂരമായിട്ടാണ് അത്തരം ഒരു കഥ ഉണ്ടാക്കിയത് നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു 2 വൈദികരെ, സമൂഹത്തിലെ ഏറ്റവും മാന്യന്മാരെന്ന് അറിയപ്പെടുന്ന 2 വൈദികരെ, ഒരു നല്ലൊരു സിസ്റ്റർ, ഇവരെല്ലാവരും കൂടി ഒരു 123ഓളം ഹോസ്റ്റൽ അന്തേവാസികളും ഏതാനും സിസ്റ്റേഴ്സും താമസിക്കുന്ന ഒരു കോൺവെന്റിലെ, ആ കോൺവെന്റിലെ എല്ലാവർക്കും അടുക്കള ഭാഗത്തേക്ക് എൻട്രിയുള്ള ഒരു ഗോവണിയുണ്ട്. ഈ കുട്ടികളെല്ലാം കൂടി ഭക്ഷണം കഴിക്കാൻ വരുന്ന മെസ്സും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയ, ഒരു തടസ്സവുമില്ലാതെ കുട്ടികൾക്ക് വരാവുന്ന ഒരു ഏരിയ. ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് ആ ഏരിയയിൽ ഇവരൊരു പ്രകൃതി വിരുദ്ധ 2 വൈദികരും ഒരു കന്യാസ്ത്രീയും കൂടി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സിസ്റ്റർ അഭയ കണ്ടു എന്നാണ് ഈ പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു കേസ് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇത്രത്തോളം വൈകൃതത്തോടു കൂടിയിട്ട് ഒരു കഥ മെനഞ്ഞ വേറെ ഏതെങ്കിലും കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇത് ഒരു കന്യാസ്ത്രീക്കും വൈദികനും എതിരായപ്പോൾ അതും ജനങ്ങള് അതേപടി വിഴുങ്ങുകയാണ്. ഇതേ സ്ഥലത്തേക്ക് സിസ്റ്റർ അഭയ വന്നു. സിസ്റ്റർ അഭയ അതേ ഗോവണി വഴി വന്നു. ഇതേപോലെ സിസ്റ്റർ അഭയ എന്നല്ല, മറ്റാര് വേണമെങ്കിലും വരും. ഈ സിസ്റ്റർ അഭയ നേരെ താഴെ വന്ന് ഇതൊന്നും ശ്രദ്ധിക്കാതെ വർക്ക് ഏരിയയിലുള്ള ഫ്രിഡ്ജിൽ പോയി അവിടെ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ആണ് അഭയ ഇത് കാണുന്നതെന്നാണ് പറയുന്നത്. ഇത് എന്ത് കഥയാണ്? ഇങ്ങനെയൊക്കെ ഓരോ നിർമ്മിതികൾ, ഈ നിർമ്മിതിയെ സാധൂകരിക്കുന്ന ഒരു തെളിവ് പോലും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതിനുശേഷം
സാഹചര്യ തെളിവുകൾ, മൊഴികൾ എന്നെല്ലാം പറഞ്ഞ് ഇവർക്കെതിരെ കുറ്റം വിധിക്കുന്നു. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇവര് CBI എടുത്തൊരു ലൈംഗിക കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു തിരക്കഥ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീടുള്ള ഈ കന്യാത്ത പരിശോധനയും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നത്. അതിനെതിരെ ശക്തമായിട്ട് ജസ്റ്റിസ് ഹേമയുടെ വിധിന്യായത്തിൽ നാം കണ്ടു. ഒപ്പം തന്നെ പറയുന്ന ജാമ്യം നൽകിയപ്പോൾ അന്നത്തെ ജഡ്ജിമാർ പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ നാം കണ്ടു. നമുക്കറിയാം ഇതിന് ഏറ്റവും നക്ഷലായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു വാചകമുണ്ട്. അതായത് 2022 ഇവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വിനയ് ചന്ദ്രനും അവർ പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തിലെ ഒരു പോയിന്റ് ഉണ്ട്. വിചാരണ കോടതിയുടെ ഒരു വിധിന്യായവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. ഇറ്റ് വാസ് പോയിന്റ് ഔട്ട് ദാറ്റ് ദി ലേൺഡ് ട്രയൽ ജഡ്ജ് ഹാസ് ഗിവൺ എ ഫ്രീ പ്ലേ ഓഫ് ഹിസ് മാറ്ററിംഗ് നോളജ് ഇൻ ഫിസിക്സ്, സൈക്കോളജി ആൻഡ് മെഡിസിൻ ടു റബിഷ് ദി എക്സ്പെർട്ട് ടെസ്റ്റിമണി ആൻഡ് ദാറ്റ് ഓഫ് ദി അതർ ഇൻമേറ്റ്സ് ഓഫ് ദി കോൺവെന്റ്, throwing to CRL appeal number 42/2021 and 64/2021-8 the wins of all principles of criminal jurisprudence while carving out a unique jurisprudential thought not sanctioned by എന്ന് പറഞ്ഞൊരു പോയിന്റാണ്. അപ്പൊ അരുൺ സൂചിപ്പിച്ച പോയിന്റിലേക്കാണ്. അതായത് ലേൺഡ് ആയിട്ടുള്ള ട്രയൽ ജഡ്ജ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഭാവനകളുടെ ഒരു അടിസ്ഥാനത്തിൽ ഒരു വിധിവാചകം പറഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അഭയ കേസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ചൂണ്ടിക്കാണിച്ചു. അതായത് ഈ കത്തോലിക്ക സഭയെ താറടിച്ച് കാണിക്കാൻ അവർ ആദ്യം ടാർഗറ്റ് ചെയ്തത് ആത്മീയ നേതൃത്വങ്ങളെയാണ്, പൗരോഹിതരെയാണ്, അല്ലെങ്കിൽ സന്യസ്തരെയാണ്. അതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചു. ഒരു പുരോഹിതരെ കോമാളി കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചു. ഈ അഭയ കേസ് കത്തോലിക്ക സഭയെ താറടിച്ച് കാണിക്കുവാൻ, ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അസ്തിത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ആദ്യത്തെ ഒരു കളി എന്ന് തന്നെ നമുക്ക് ഈ അഭയ കേസിനെ വിശേഷിപ്പിക്കാം. കാരണം ഈ അഭയ കേസിലെ ഈ നാർക്കോ CD-യുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിലും അവൈലബിൾ ആണ്. അതിന്റെ കമന്റ്സിന്റെ ഇടയിൽ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള യുവാക്കൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ CD കണ്ടിട്ട് എനിക്ക് കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം പോയി, എനിക്ക് വൈദികരിലുള്ള വിശ്വാസം പോയി, പൗരോഹിത്യത്തിലുള്ള വിശ്വാസം പോയി, എൻ്റെ വിശ്വാസം തന്നെ ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. അത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ 3 പേരെ ജയിലിലാക്കുക എന്നതിനേക്കാൾ ഉപരി ഇവിടുത്തെ യുവജനങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഇവിടെ വളർന്നു വരുന്ന ക്രൈസ്തവ തലമുറകളുടെ ഉള്ളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ വൈദികർ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ വൈദികരെല്ലാം മോശക്കാരാണ്, സന്യസ്തരെല്ലാം മോശക്കാരാണ്, നിങ്ങൾ ക്രൈസ്തവ വിശ്വാസം വെടിയൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസത്തിലേക്ക് പോകൂ എന്ന ഒരു കാര്യം ഇഞ്ചക്ട് ചെയ്യുന്നതിൽ ഈ കൂട്ടർ വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അതിൽ ഈ നമ്മുടെ ഇവിടുത്തെ പല മാധ്യമങ്ങളും അതിൽ ഒരു പങ്കാളിത്തം അറിഞ്ഞോ അറിയാതെയോ വഹിച്ചിട്ടുണ്ട്, ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഒരു കേസ് അല്ലെങ്കിൽ ഒരു ആരോപണം ഉണ്ടാകുന്നു, അപ്പോൾ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും ഒക്കെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി ആ കുറ്റം ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ സ്ഥാപിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പിന്നീട് ഒരിക്കലും ആ ഒരു ചീത്തപ്പേരിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു കേസ് വിചാരണ കോടതിയിൽ എത്തുമ്പോൾ അതിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ആ ജഡ്ജിക്ക് മറിച്ചൊരു വിധി വിധിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ നിരപരാധികൾ വിധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്ന ദാരുണമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പലപ്പോഴും മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു ക്രൂരമായ ഒരു ചതിയുണ്ട്. കാരണം അവർക്ക് പലപ്പോഴും ഇത്തരം വാർത്തകളുടെ പിന്നാലെ പോകുമ്പോൾ എപ്പോഴും അവർക്ക് സെൻസേഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായിട്ട് അവർ വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സത്യം അവർക്ക് പറയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വരും. അത് പല മാധ്യമ പ്രവർത്തകരും നമ്മളോട് ഷെയർ ചെയ്യാറുള്ളതാണ്. കാരണം ജനം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒഴുക്കിലൂടെ മാത്രമേ അവർക്ക് പിന്നീട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ, സത്യം എന്താണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു ധർമ്മമുണ്ട്. ഓക്കെ, ആ വിഷയങ്ങളും അന്നത്തെ സമയങ്ങളും എല്ലാം കഴിഞ്ഞ് സത്യം പുറത്തു വരുമ്പോൾ അത് തുറന്നു പറയാനുള്ള ഒരു ആർജവം. ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി, അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പലപ്പോഴും ചില മാധ്യമ പ്രവർത്തകരുടെ വായിൽ നിന്നെങ്കിലും ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത് അവരൊരിക്കലും ആർക്കും പറയില്ല. അവരുടെ തെറ്റ് അവർ സമ്മതിക്കില്ല. എത്രത്തോളം തെളിവുകൾ മുമ്പിൽ വന്നു കഴിഞ്ഞാലും, എത്രത്തോളം സത്യം അവരുടെ മുമ്പിൽ വന്ന് തുറന്നു കാണിക്കപ്പെട്ടാലും അവരത് പറയില്ല. ഇവിടെയാണ് നമ്മുടെ മാധ്യമങ്ങൾ തിരുത്തപ്പെടേണ്ട ഏരിയകളുള്ളത്. ഇപ്പോൾ ജോർജി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്രോസ് എക്സാമിൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ അതിൽ പല എപ്പിസോഡുകളായിട്ട് ഈ അഭയ കേസിനെ ഇഴക്കീറി പരിശോധിച്ച് നമ്മൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 വിധിപ്പകർപ്പുകളും നമ്മൾ ചർച്ച ചെയ്താണ്. ഈ വിധിപ്പകർപ്പുകളെല്ലാം ഒന്ന് പഠിച്ച്, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അവരൊന്ന് ആ സത്യം ഒന്ന് അവരൊന്ന് പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ. ഈ പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിലപാട് ഇതാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൽ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെക്കാൾ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 20 ഇരട്ടി
പീഡനങ്ങളിലൂടെ, ക്രൂരമായിട്ടുള്ള അവഹേളനങ്ങളിലൂടെ കടന്നുപോയ സിസ്റ്റർ സെഫി 2009 ജസ്റ്റിസ് ഹേമ പുറപ്പെടുവിച്ച ആ ഒരു വിധിന്യായത്തിൽ കൃത്യമായിട്ടും സിസ്റ്റർ സെഫി കടന്നുപോയിട്ടുള്ള ആ ഒരു അവഹേളനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ സെഫിക്കും ഇവിടെ നീതി ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കുവെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യാജ പൊതുബോധ നിർമ്മിതി അതായിരിക്കരുത് നട്ടലുള്ള മാധ്യമ പ്രവർത്തകരുടെ ഒരു ലക്ഷ്യം. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതല്ലായിരുന്നു സത്യം, ഇതായിരുന്നു സത്യം എന്ന് തുറന്ന് പറയാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ മാധ്യമങ്ങളും ഒപ്പം തന്നെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളും തീർച്ചയായിട്ടും കാണിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇത്തരം വ്യാജ പൊതുബോധ നിർമ്മിതി ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ഒരു പറ്റം മനുഷ്യരെയാണ്, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തന്നെയാണ്. ഒപ്പം തന്നെ ഈ വ്യാജ പൊതുബോധ നിർമ്മിതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംവിധാനത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള ചിന്തകൾ ഇഞ്ചക്ട് ചെയ്യാനേ അത് ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞ് അത്തരം പ്രവണതകളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കണം എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.